ബാങ്ക് പരിധിയിലുള്ള ജനപ്രതിനിധികൾക്ക് ഒരു സ്വീകരണം കൂടി ഇതോടൊപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള നിങ്ങളെല്ലാം ഏറെ സ്നേഹത്തോടെ കരൂർ സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. തീർച്ചയായും മലയാളിയുടെ മനസ്സിന് നേരെ പിടിച്ചു വെച്ച ഒരു കണ്ണാടിയായി ജീവിച്ചിരുന്ന ആളാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള വിഖ്യാത ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ. ആ കണ്ണാടിയിൽ തെളിഞ്ഞ സ്വന്തം മുഖം കണ്ട് മലയാളി മനസ്സ് തുറന്ന് ചിരിച്ചിട്ടുണ്ട്. ഏറെ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളെയും ബാക്കിയാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ മാസം അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും മലയാളിയുടെ ശീലങ്ങളെ നർമ്മത്തിൻ്റെ കണ്ണിലൂടെ അപഗ്രഥിച്ച് സാമൂഹ്യ വിമർശനം സ്വന്തം ശൈലിയിൽ സ്വന്തം തിരക്കഥകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും ആവിഷ്കരിക്കുമ്പോഴും ഒരിക്കലും ആരെയും വേദനിപ്പിക്കാതെ നർമ്മത്തിൽ ചാലിച്ച അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളെല്ലാം നമ്മെ ഏറെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നാട്യങ്ങളും മലയാളിയുടെ പൊങ്ങച്ചങ്ങളെയും അവതരിപ്പിക്കുമ്പോഴും ആരെയും വേദനിപ്പിക്കാതെ അദ്ദേഹം സാമൂഹ്യ വിമർശനം സ്വന്തം ശൈലിയിലൂടെ ആവിഷ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും എത്രയോ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അവശേഷിപ്പിച്ചുകൊണ്ട് ബാക്കിയാക്കിക്കൊണ്ടാണ് മലയാളത്തിൻ്റെ ആ വിഖ്യാത കലാകാരൻ ചലച്ചിത്രകാരൻ വിടവാങ്ങിയിട്ടുള്ളത്. തീർച്ചയായും സാധാരണ മനുഷ്യരുടെ സാധാരണ ജീവിതങ്ങളിൽ നിന്ന് അവരുടെ നർമ്മഭാവങ്ങളെ ഒപ്പിയെടുത്തുകൊണ്ട് അവതരിപ്പിച്ച ആ മഹാ ചലച്ചിത്രകാരന് സ്വന്തം നാട്ടിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അനുസ്മരണമാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ കരൂർ സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ അനുസ്മരണ ഭാഷണം നടത്തുന്നത് പ്രശസ്ത സിനിമാ താരവും ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനുമായിട്ടുള്ള ശ്രീ പ്രേംകുമാർ സാറാണ്. അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യമായി ഈ ചടങ്ങിലേക്ക് ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സഹകരണ മേഖലയിൽ സ്വന്തമായിട്ട് പുതിയ പന്താവുകൾ വെട്ടി തുറന്നുകൊണ്ട് പുതുവഴികളിലൂടെ ഈ സഹകരണ സ്ഥാപനത്തെ ബാങ്കിനെ മുന്നോട്ടേക്ക് നയിക്കുന്ന നമ്മുടെ ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് ചോയൻ അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരവോടും സ്വാഗതം ചെയ്യുകയാണ്. ബാങ്കിന്റെ വളർച്ചയിൽ നിസ്തുലമായിട്ടുള്ള പങ്ക് വഹിക്കുകയും ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ തൻ്റെതായിട്ടുള്ള സംഭാവനകളും വ്യക്തിമുദ്രകളും പതിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ റെപ്കോവിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ കാനായി രാജാട്ടൻ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ചടങ്ങിൽ പ്രശസ്ത തിരക്കഥാകൃത്ത് ശ്രീ ഗോവർദ്ധൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീനിയർ ഇൻസ്പെക്ടർ ED ബീന ഏതാനും സമയത്തിനകം എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് പാഠ്യം ആണെങ്കിലും കതിരൂരിന്റെ തെരുവീതികളിൽ നിന്ന് അഭ്യസിച്ച അനുഭവങ്ങളും പ്രകടനങ്ങളുമാണ് ലോക സിനിമയ്ക്ക് തന്നെ സംഭാവന ചെയ്തിട്ടുള്ളത്. അർഹമായ ഒരു അനുസ്മരണ പരിപാടി ചിലപ്പോൾ ലഭിച്ചിട്ടുള്ള എന്ന തോന്നലിന്റെ കൂടി ഭാഗമായിട്ടാണ് ചെറിയ ദിവസം കടന്നുപോയെങ്കിലും
രണ്ട് പരിപാടികൾ ഒന്നിച്ചു ചേർന്ന് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അധികാര സ്ഥാനങ്ങളിലേക്ക് ഒരിക്കൽ പോലും അടിയറവ് പറയാതെ ധീരമായി സ്വന്തം അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞ് രേഖപ്പെടുത്താൻ ശ്രീനിവാസൻ കാണിച്ചിട്ടുള്ള മിടുക്ക് എപ്പോഴും എടുത്തു പറയേണ്ട ഒന്നാണ്. അഭിപ്രായങ്ങൾ സ്വന്തമായി ഒരാളുടെ മുമ്പിലും അടിയറവ് പറയുന്ന ഒരു ശീലം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. നമുക്ക് മികച്ച ഒരു സെറ്റേറിസ്റ്റാണ്. ആക്ഷേപഹാസ്യത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ശ്രീനിവാസൻ. മലയാളികളുടെ കാപട്യം, അതുപോലെ തന്നെ ജാട, ഇതെല്ലാം വെള്ളിത്തിരകളിലൂടെ അവതരിപ്പിച്ച് മലയാളിയെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു നടൻ വേറെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ശ്രീനിവാസന്റെ ഒരുപാട് സിനിമാ സന്ദർഭങ്ങൾ എടുത്തു പറയേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. സന്ദേശം എന്ന് പറഞ്ഞ സിനിമയൊന്നും ചിലപ്പോൾ അതിനെ ദൂരെ നിന്ന് മാറി നിന്നവർക്ക് വലിയ കലാമൂല്യമൊന്നും തോന്നുന്നില്ലെങ്കിലും സാധാരണക്കാരനുടെ ഇടയിൽ ഇറങ്ങി നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെല്ലാം വളരെ വ്യക്തമായി അവതരിപ്പിക്കാൻ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഈ നാടിന് തിരക്കഥയായി നൽകി അതെല്ലാം സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബന്ധം ഉള്ള ഒരു നടൻ തന്നെയാണ്. വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലെങ്കിലും കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ PTA പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് ശ്രീനിവാസൻ എന്തായാലും കതിരൂർ സ്കൂളിൽ പഠിച്ചൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് ശ്രീനിവാസനെ എന്തായാലും ആ സ്കൂളിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടും തീരുമാനത്തിന്റെ ഭാഗമായിട്ടും വേറെ ഒരു ഇടപെടലും ഇല്ലാതെ ഡയറക്റ്റായിട്ട് ശ്രീനിവാസന്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോവുകയാണ്. അപ്പോൾ ആ ശ്രീനിവാസൻ അവിടെ ഇല്ല, വിമലേച്ചിയാണുള്ളത്. വിമലേച്ചിയായിട്ട് സൗഹൃദം ശക്തിപ്പെടുത്തി ശ്രീനിവാസനെ എങ്ങനെയെങ്കിലും പരിപാടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ച് ശ്രീനിവാസൻ ഈ മഹാനടൻ ഒരു ദിവസം ഡേറ്റ് തന്നിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ എല്ലാ ദിവസവും ഒരു മാസങ്ങൾ മുമ്പേ ഡേറ്റ് തന്നെയാണ്. എല്ലാ ദിവസവും ഒരു തവണ വിളിക്കും, വിമലേച്ചിനെ വിളിക്കും, ആരെങ്കിലും ആയിട്ട് കുടുംബക്കാരെ വിളിക്കും. അങ്ങനെയല്ല ഒരു ദിവസം പൂർണ്ണമായിട്ടും 1.5 മണിക്കൂർ വിമലേച്ചിക്കും നമുക്കും ആയിരിക്കും കിട്ടാത്ത തരത്തിൽ ശ്രീനിവാസൻ അപ്രത്യക്ഷനായി. വിമലേച്ചി പറഞ്ഞു എന്ത് ചെയ്യാനാ, ഒരു നിവൃത്തിയുമില്ല. റൈറ്റിംഗ് വന്നാൽ ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, എഴുത്ത് വന്നാൽ എവിടെയെങ്കിലും മാറിപ്പോയിരുന്ന് ഇങ്ങനെ എഴുതുന്ന ഒരു ശീലം ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇനി 1.5 ആഴ്ച കഴിഞ്ഞിട്ട് നോക്കണ്ടു എന്ന് പറഞ്ഞു. 1.5 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഈ വിളി തുടർന്നുകൊണ്ടേയിരുന്നപ്പോ ശ്രീനിവാസൻ അവസാനം ഫോൺ എടുത്തിട്ട് പറഞ്ഞു, എന്തിനെങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു, ഞാൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഏൽക്കും. പറഞ്ഞു നിങ്ങൾ ഒരുപാട് പരിപാടി കതിരൂരിൽ തന്നെ നിങ്ങൾ പൊളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഡയറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞു. ഷോപ്പിനായി അന്നേരം പറഞ്ഞു പൊളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത ഒരു ഡേറ്റ്, ഞാൻ ഡോക്ടറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. എഞ്ചിനീയറാണോ എന്ന് ചോദിച്ചു. അല്ല. ഞാൻ ഡോക്ടറോ എഞ്ചിനീയറോ വേറൊരു മനുഷ്യനോ അല്ല, ഞാൻ ഒരു ഫിലിം സ്റ്റാറാണ്. എന്റെ ഡേറ്റ് അങ്ങോട്ട് കൊടുക്കല. അതുകൊണ്ട് ഞാൻ ടൈം വന്നെങ്കിൽ എത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, അതെല്ലാം ഒരു രസത്തോട് കൂടിയിട്ടാണ് അവതരണം. അതുകൊണ്ട് മനസ്സ് സൂക്ഷിക്കപ്പെട്ടുന്ന രൂക്ഷമായ ഭാഷയിലൊന്നുമല്ല ശ്രീനിവാസൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പരിപാടി എത്തി. കഥ ഇതുവരെ എന്ന് പറയുന്ന സിനിമ ഹിറ്റായ സമയത്താണ്. അന്നത്തെ ദിവസം വരെ എനിക്ക് ഉറപ്പില്ല, എത്തും എന്ന് ഉറപ്പില്ല. സ്കൂളിന്റെ മുമ്പിൽ വന്ന് കാറിൽ ഇറങ്ങിയപ്പോഴാണ് ഒരു മനസ്സമാധാനം അന്ന് ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായത്. അവസാന പരിപാടിയിൽ സാധു പറയുന്ന സമയത്ത് PTA പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ഇവിടെ വിമലേച്ചി ഇരിക്കുകയാണ്, വിമലേച്ചിനാണ് നമ്പർ തരുന്നത്. ആ വിമലേച്ചി കുറെ പറഞ്ഞിട്ടാണ് ഈ സമയം തരുന്നത്. വിമലേച്ചിയാണ് ഉള്ളത് കൊണ്ടാണ് ഈ മഹാനടൻ ഈ പൂർവ്വ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞപ്പോൾ അതിനെയും സെറ്ററായിട്ട് ആക്ഷേപഹാസ്യമായി രൂക്ഷമായി വിമർശിച്ചിട്ടാണ് പരിപാടി ശ്രീനിവാസന്റെ തുടങ്ങേണ്ടത്. വിമലേച്ചിയാണോ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി,
വിമലേച്ചിയില്ലേ ഞാനിത് എത്തുമോ എന്നെല്ലാം ചോദിച്ച് അതിനെ വല്ലാതെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അന്ന് പിന്നെ ശ്രീനിവാസൻ എന്ന് പറയുന്ന കലാകാരൻ കതിരൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കതിരൂരിൽ എത്തിച്ചേർന്നപ്പോൾ തന്നെ കഥയിതുവരിൽ എങ്ങനെയാണ് അഭിനയിച്ചത് അതുപോലെ തന്നെ അതേ രീതിയിൽ അഭിനയമാണ്. ഞാൻ പഠിച്ച ക്ലാസ്സിൽ പോയിരിക്കുക, അവിടുത്തെ കുറെ ആൾക്കാരോട് വർത്തമാനം പറയുക, ആൾക്കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, ഇതെല്ലാം കളിച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ അന്ന് പോയത്. അവസാനം ഈ രൂക്ഷമായ സെറ്റേറിൽ ഉൾപ്പെടുത്തി അഭിപ്രായം പറഞ്ഞപ്പോ അവസാനം പറഞ്ഞു, ആ സിനിമയിലെ ഡയലോഗും പറഞ്ഞിട്ടാണ്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞിട്ടാണ് കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ആ ഒരു അനുസ്മരണം തീർച്ചയായിട്ടും നമ്മൾ നടത്തണം എന്ന ഉത്തരവാദിത്തമാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിർവഹിച്ചിട്ടുള്ളത്. അതിന് നിർവഹിക്കാൻ നമ്മൾ പല ആൾക്കാരുമായി പലരുമായി ആലോചിച്ച് നോക്കുമ്പോൾ അതിന് ആപ്റ്റായ മനുഷ്യൻ പ്രേംകുമാറാണ്. അദ്ദേഹത്തിന് നമ്മളൊരു പ്രത്യേക രീതിയിൽ മാത്രമാണ് പിന്നെ ഇതിൽ വെള്ളിത്തിരകൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ അത്തരത്തിൽ കഴിവുള്ള, ഞാനിന്ന് പ്രൊഫൈലൊന്നെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിശയം തോന്നുകയാണ്. ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ 1ാം റാങ്കിൽ ലഭിക്കുക, എഴുത്തുകാരനാണ്. എന്നോടൊരു ലേഖകൻ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ടും മോഹൻലാലിനെയോ മമ്മൂട്ടിയോ അല്ലെ വേറെ ആളെ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു നടൻ എന്ന രീതിയിൽ ഗ്രാൻഡ് സ്പീച്ച് നടത്താനും നല്ല പ്രഭാഷണം നടത്താനും ഇത്രയും പറ്റിയ ഒരു നടനുണ്ടാവില്ല. 125 സിനിമ അഭിനയിച്ചു. 125 സിനിമയിൽ ഭൂരിഭാഗവും ശ്രീനിവാസനുമായി അഭിനയിച്ച ഒരു സിനിമ തന്നെയാണ് നമുക്ക് ഗസ്റ്റായിട്ട് അനുസ്മരണ പ്രഭാഷണം നടത്താൻ ലഭിച്ചിട്ടുള്ളത്. ആദരവോടെ സ്നേഹത്തിന് കതിരൂരിലെ ജനാവലിക്ക് വേണ്ടി ഈ അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി പ്രേമകുമാറോട് അഭ്യർത്ഥിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. അനുചിതമാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. കതിരൂരിൻ്റെ മനസ്സും അതുപോലെ ജീവിതങ്ങളുമൊക്കെ തൻ്റെ തിരക്കഥകളിലും സിനിമകളിലുമൊക്കെ ഒപ്പിയെടുത്തിട്ടുള്ള ശ്രീനിവാസനെയാണ് നാം ഇവിടെ അനുസ്മരിക്കുന്നത്. പഴയ മുഖങ്ങൾ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ പ്രശസ്തമായ കീലേരി അച്ചു കതിരൂരിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രം. കീലേരിക്ക് മുമ്പ് വേറൊരു പേരാണ് അച്ചു, സ്വന്തം പേര് അച്ചുവാണെങ്കിലും ആ ഒരു കീലേരി അച്ചു കതിരൂരിലൂടെ നടന്നു പോകുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ചേർത്ത് വെച്ച കഥാപാത്രങ്ങൾ, കഥാസന്ദർഭങ്ങൾ, അനുഭവങ്ങൾ, പച്ചയായ ജീവിതം ശ്രീനിവാസൻ വരച്ചു കാട്ടി. ഞാൻ കുറച്ചു കാലം എറണാകുളത്ത് ജീവിക്കുമ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഇരുമ്പരം എന്ന പ്രദേശത്തിൻ്റെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് ഉദയംപേരൂരിലെ ഒരു കണ്ടനാട് എന്ന് പറയുന്ന ഒരു കാർഷിക പ്രധാനമായ പ്രദേശത്ത് ശ്രീനിവാസൻ താമസിച്ചു വരികയായിരുന്നു. അഡ്വക്കേറ്റ് ഉദയഭാനുവുമായി ശ്രീനിവാസനും തമ്മിലുള്ള ബന്ധവും എല്ലാം ഉപയോഗിച്ച് ചില സന്ദർഭങ്ങളിൽ ഒരുമിക്കാനും കാണാനുമൊക്കെ സാധിച്ചിരുന്നു. ഞാൻ സമയം വൈകിക്കുന്നില്ല. എല്ലാ ജനപ്രതിനിധികൾക്കും ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്താനെത്തിയ പ്രിയ സുഹൃത്തും സഖാവുമായ, കേരളത്തിൽ സഖാവ് എന്ന ആദ്യ സിനിമയിലെ മുഖമായ സഖാവ് പ്രേംകുമാർ ഇവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്, അനുസ്മരണം നടത്തുന്നുണ്ട്. ഞാൻ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് ചുയൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ പി സുരേഷ് ബാബു, ഇവിടെ പ്രിയപ്പെട്ട റബ്കോം ചെയർമാൻ ശ്രീ കാരായി രാജൻ, അദ്ദേഹം മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് അദ്ദേഹം സംസാരിച്ചു മടങ്ങി. ഇവിടെ പ്രശസ്ത തിരക്കഥാകൃത്ത് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ഗോവർദ്ധൻ തുടങ്ങി വേദിയിൽ ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നിരവധി പേരുണ്ട്. വേദിയിലും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ നിരവധി സാന്നിധ്യമുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ശ്രീനേട്ടൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ചിലപ്പോൾ പറഞ്ഞേനെ
ഒരു ബാങ്ക് എന്തിനാണ് എന്നെ അനുസ്മരിക്കുന്നത് എന്ന് ചിലപ്പോൾ ചോദിക്കും. അദ്ദേഹത്തിൻ്റെ ചില ഭാഷണങ്ങളൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറം മറ്റൊരു തലത്തിലാണ് അദ്ദേഹം ജീവിതത്തെ തന്നെ നോക്കിക്കണ്ടിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ശ്രീനിയേട്ടനുമായി നിരവധി ചിത്രങ്ങളിലൊന്നും ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. തീർച്ചയായും കുറേ സിനിമകളിൽ ഞാൻ അദ്ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ അവസാന കാലത്ത് അരവിന്ദന്റെ അതിഥികൾ പോലുള്ള സിനിമ, അതിനുശേഷം കുട്ടിമാമ എന്ന് പറഞ്ഞ മറ്റൊരു സിനിമ, ഇങ്ങനെ അതൊക്കെയാണ് അവസാന കാലത്ത്. തുടക്കത്തിൽ ഒരു കൊച്ചുഭൂമി പുലുക്കം തുടങ്ങി കുറേ സിനിമകൾ, ചെപ്പടി വിദ്യ തുടങ്ങി അങ്ങനെ കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ വ്യക്തിപരമായി ഒരു വലിയ സൗഹൃദം എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്നു. ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത്, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇങ്ങനെ അഭ്രപാളികളിൽ വളരെ വിസ്മയത്തോടെ കണ്ടിരുന്ന ഒരു വലിയ പ്രതിഭയായിരുന്നു ശ്രീനിയേട്ടൻ. അദ്ദേഹം തിരക്കഥ, സംഭാഷണം ഒക്കെ രചിച്ച എത്രയോ സിനിമകൾ, അതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോട് കാണുകയും അതിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ ആ അഭിനയ പ്രകടനങ്ങൾ വളരെ അത്ഭുതത്തോട് നോക്കി കാണുകയും ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലം എനിക്കുണ്ട്. പിന്നീട് അദ്ദേഹത്തോടൊപ്പം കുറേ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഒരു വലിയ സൗഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പല വിഗ്രഹതുല്യരായ ചില വ്യക്തിത്വങ്ങളെയൊക്കെ നമ്മൾ അവരെ അടുത്തറിയുമ്പോൾ പലപ്പോഴും ആ വിഗ്രഹങ്ങൾ ഉടഞ്ഞു പോകാറുണ്ട്. നമ്മൾ ചില വ്യക്തിത്വങ്ങളെ ദൂരെ നിന്ന് കാണുമ്പോൾ വളരെ മഹാവ്യക്തിത്വങ്ങളായി തോന്നുകയും നമ്മൾ അവരോടൊന്ന് അടുത്ത് ഇടപഴകുകയും അവരോട് അടുത്ത് പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിരുന്ന ആ മഹത്വം ഇല്ലല്ലോ എന്ന് തിരിച്ചറിവുണ്ടാവുകയും ഒക്കെ പലപ്പോഴും ചെയ്യാറുണ്ട്. പക്ഷേ ശ്രീനിയേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തെ മുമ്പ് ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാനിങ്ങനെ അഭ്രപാളികളിൽ കണ്ടിരുന്ന ആ ഒരു മഹാപ്രതിഭയെ പിന്നീട് അടുത്തറിഞ്ഞപ്പോൾ അദ്ദേഹവുമായി ഒരുപാട് ഒരു സൗഹൃദം, ആഴത്തിലുള്ള സൗഹൃദം ഉണ്ടായപ്പോൾ ഞാൻ മുമ്പ് കണ്ടിരുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ആ മഹത്വം ഒന്നുകൂടി അത് വർദ്ധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ തിളക്കം അതിങ്ങനെ ഹൃദയത്തിൽ വല്ലാതെ അതിങ്ങനെ വരുന്ന ഒരു അനുഭവമാണ് വ്യക്തിപരമായി എനിക്കുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉയർന്ന ചിന്ത. നമ്മൾ പലപ്പോഴും അദ്ദേഹം ഈ സിനിമയിൽ കാണിക്കുന്ന നർമ്മത്തിലൊക്കെ അപ്പുറം ഒരുപക്ഷെ അദ്ദേഹം ജീവിതത്തിൽ പോലും വലിയ നർമ്മത്തിൻ്റെ ഒരു ഉടമയായിരുന്നു. അത് ഈ നർമ്മം എന്ന് പറയുന്നത് വെറുതെ ഒരു കോമാളിത്തം കാണിക്കില്ലല്ലോ. നർമ്മത്തിന് ആഴമേറിയ ചില തലങ്ങളുണ്ട്. അത് ചില നർമ്മപ്രയോഗങ്ങൾക്ക് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കാൻ, നമ്മളെ ഒരുപക്ഷെ നമ്മളെയൊക്കെ ഒരുപാട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ കഴിവുള്ള നർമ്മങ്ങളുണ്ട്. അപ്പോൾ ശ്രീനിയേട്ടൻ്റെയൊക്കെ അത്തരം ചില നർമ്മപ്രയോഗങ്ങൾ അത് സിനിമയിൽ കുറേയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ പോലും ആ നർമ്മത്തിൻ്റെ വലിയ പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നിരവധി അത്തരം സന്ദർഭങ്ങൾ എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും ശ്രീനിയേട്ടനെ സംബന്ധിച്ച് പലരും പറയുന്ന അല്ലെങ്കിൽ അനുസ്മരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഈ ഹാസ്യത്തിന്റെ നർമ്മത്തിന്റെ ഒരു തമ്പുരാൻ എന്നൊക്കെയുള്ളൊരു രീതിയിലാണ്. തീർച്ചയായും ഹാസ്യത്തിന്റെ ഏറ്റവും ഒരു വലിയ അപ്രമാദിത്വം തന്നെ അദ്ദേഹത്തിനുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിലൊക്കെ അപ്പുറം അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകൾ നിങ്ങൾ നോക്കൂ, അതിലെ ഓരോ കഥാപാത്രത്തിനെയും ആവിഷ്കരിച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പൊ അതിനകത്ത് ചില നർമ്മത്തിന്റെ അംശമുള്ള ചില കഥാപാത്രങ്ങളുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ ഉണ്ടാകും, പ്രണയത്തിന്റെ, വിരഹത്തിന്റെ, ഭക്തിയുടെ, വിപ്ലവത്തിന്റെ, ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുള്ള കഥാപാത്രങ്ങൾ. ഇതെല്ലാം ആവിഷ്കരിക്കുന്നത് ഈ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ തിരക്കഥാകൃത്താണ്. അദ്ദേഹമാണ് ഈ വ്യത്യസ്ത കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ആ കഥാപാത്രങ്ങൾക്ക് ഇണങ്ങും വിധം അതിൻ്റെ ഭാവത്തിന് അനുസൃതമായി സംഭാഷണങ്ങൾ രചിക്കുക, ആ കഥാപാത്രങ്ങളുടെ മാനറിസംസുകൾ അത് രൂപപ്പെടുത്തിയെടുക്കുക, ഇതൊക്കെ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അത് വലിയ ഒരു പ്രതിഭാശാലിക്ക് മാത്രം സാധ്യമായ ഒന്നാണ്. ചിലർക്ക് ഈ ഹാസ്യം മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുമായിരിക്കാം, മറ്റു ചിലർക്ക് അങ്ങനെ വേറെ ചില ഇമോഷൻസ് അവർക്ക് പറ്റുമായിരിക്കും. പക്ഷെ ശ്രീനിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ ഗംഭീരമായി തന്നെ ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രതിഭയുടെ ഒരു വലിയ വിലാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യം.
ഈ സിനിമയും സാഹിത്യവും ഒക്കെ പലപ്പോഴും നമ്മളത് രണ്ട് ധാരകളാണ്, രണ്ട് മാധ്യമങ്ങളാണ്. പക്ഷെ ശ്രീനേട്ടൻ്റെ സിനിമ എന്ന കലയെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമ്മൾ ഈ സാഹിത്യത്തിൻ്റെ ചില ധാരകളെ കൂടി കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെ കുഞ്ചൻ നമ്പ്യാരുടെയും EVയുടെയും സഞ്ജയിൻ്റെയും പിന്നീട് VKൻ്റെയും ഒക്കെ അവരൊക്കെ തെളിച്ച ഒരു സാഹിത്യത്തിൻ്റെ ഒരു ധാരയുണ്ട്. അത് പലപ്പോഴും ഈ സമൂഹത്തിന് നേർക്ക് തിരിച്ച കണ്ണാടി പോലെ, അവിടെ ആ കണ്ണാടിയിൽ ഈ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ചും മലയാളി സമൂഹത്തിൻ്റെ ചില പൊങ്ങച്ചങ്ങളും കാപഠ്യങ്ങളും അവരുടെ ചില നാട്യങ്ങളും ഒക്കെ വളരെ സൂക്ഷ്മമായി ഈ കണ്ണാടിയിൽ അത് പ്രതിഫലിപ്പിക്കുകയും അത് നർമ്മത്തിൻ്റെ ഒരു രീതിയിലൂടെ, സാമൂഹ്യ വിമർശനത്തിൻ്റെ ഒരു രീതിയിലൂടെ അത് പുനരാവിഷ്കരിക്കുകയും അത് ജീവിതത്തിൻ്റെ തന്നെ, മലയാളി ജീവിതത്തിൻ്റെ തന്നെ ഒരു നേർക്കാഴ്ചയായി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അതൊരു മികച്ച സിനിമ അനുഭവമായി രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു അപാരമായ ഒരു മാജിക്, അത് ശ്രീനേട്ടന് മാത്രം സ്വന്തമായ ഒന്നാണ്. അത് ഒരുപക്ഷെ ഇപ്പൊ സാഹിത്യത്തിൽ ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വലിയ വാഗ്വിലാസം കൊണ്ട് ചിലപ്പോൾ പലതുമൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ സിനിമയിൽ അത്തരം വാക്കുകൾക്കൊക്കെ വലിയ പ്രസക്തി ഇല്ല. സിനിമയിൽ വാക്കുകൾക്കൊരു പരിധി വരെയേ പ്രസക്തി ഉള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൊക്കെ അപ്പുറം സിനിമയുടേതായ ഒരു ഭാഷയുണ്ട്. അത് ദൃശ്യത്തിന്റെയും ശ്രാവ്യത്തിന്റെയും ഒക്കെ അംശങ്ങളെല്ലാം ചേർന്നതാണ്. അപ്പൊ അവിടെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിക്കുന്നതിലൊക്കെ അപ്പുറം ദൃശ്യങ്ങളിലൂടെ അത് ആവിഷ്കരിക്കുകയും അത് പ്രേക്ഷകരെ ഏറ്റവും നന്നായി രസിപ്പിക്കുന്ന തരത്തിൽ, അവരെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ, അവരുടെ ജീവിതങ്ങൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അതിനെ ആവിഷ്കരിപ്പിക്കുക, അതൊരു വലിയ പ്രതിഭയുടെ ഒരു മുദ്ര. അത് തന്നെയാണ് എല്ലാ ശ്രീനിവാസൻ ചിത്രങ്ങളിലും. അദ്ദേഹം തിരക്കഥാകൃത്തും സംഭാഷണ രചയിതാവ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഏറ്റവും മികച്ച സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഒക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലൊക്കെ സിനിമയുടെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹം തുടക്കത്തിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ നാടുമായുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം അതിവിടെ ശ്രീജിത്ത് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ. പ്രത്യേകിച്ചും കതിരൂർ ഭാഗവുമായും ഈ തൊട്ടടുത്ത പ്രദേശങ്ങളുമൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആത്മബന്ധമുണ്ട്. അപ്പോൾ പലപ്പോഴും അദ്ദേഹം ഇവിടെ നിന്ന് ആർജിച്ച അനുഭവങ്ങളുടെ കരുത്തിൽ ഇവിടെ കണ്ടിട്ടുള്ള ചില മനുഷ്യരുടെ രൂപങ്ങൾ ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പഴയ ചില നാട്ടിലുള്ള സുഹൃത്തുക്കളെ ഇടയ്ക്കൊക്കെ അദ്ദേഹം ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അവരോട് ശ്രീനേട്ടന്റെ ഒരു തുടക്കകാലത്ത് കൂടെ പ്രവർത്തിച്ചിരുന്ന പലരെയും കുറിച്ച് വിവരങ്ങൾ ചോദിക്കുകയും അവരുടെ ഫോൺ നമ്പർ വാങ്ങുകയും അപ്രതീക്ഷിതമായി അവരെയൊക്കെ വിളിച്ച് സംസാരിക്കുകയും, അപ്പോൾ ഒരു വലിയ ഒരു ശോഭയിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ജനിച്ചു വളർന്ന സ്വന്തം നാടിനോടുള്ള ഒരു ബന്ധം അതെപ്പോഴും അദ്ദേഹം ഉള്ളിൽ വളരെ ഒരു ആവേശത്തോടെ സൂക്ഷിച്ചിരുന്നു എന്ന് അതൊരു നേർബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം നാടിനെ കുറിച്ചൊക്കെ വളരെ ആവേശഭരിതമായി അദ്ദേഹം പഠിച്ച സ്കൂളിനെ കുറിച്ച്, കൂട്ടുകാരെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പഴയകാല നാടക പ്രവർത്തനങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സാംസ്കാരികമായ ഇവിടെ ഉള്ള ഒരു ഇടപെടലുകളെ കുറിച്ച് ഒക്കെ കൃത്യമായി അദ്ദേഹം അത് വളരെ അഭിമാനത്തോടു കൂടി അദ്ദേഹം എപ്പോഴും ഞങ്ങളോടൊക്കെ സംസാരിച്ചത് ഓർമ്മയിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ സ്വന്തം നാടിനോട്, നാട്ടുകാരോട്, ഈ സമൂഹത്തോടാകെ ഒക്കെ ഉള്ളൊരു വലിയ പ്രതിബദ്ധത, ആ പ്രതിബദ്ധത അത് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു സമൂഹത്തോടൊരു പ്രതിബദ്ധത ഇല്ലാത്ത ഒരാൾ കലാകാരൻ എന്ന ആ ഒരു പ്രയോഗത്തിന് അർഹനല്ല എന്ന് വിശ്വസിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ശ്രീനേട്ടൻ. ശ്രീനേട്ടന് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു, വ്യക്തമായ ഒരു സാമൂഹ്യ ബോധ്യമുണ്ടായിരുന്നു. അതൊരു ചരിത്രബോധത്തിന്റെ, സാമൂഹ്യ ബോധത്തിന്റെ, ഒരു മനുഷ്യ അവസ്ഥകളെ കുറിച്ചുള്ള ഒരു ധാരണയിൽ അതിൽ നിന്നൊക്കെ ഉളവാകുന്ന ഒരു ബോധ്യമാണ്. അതാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളായി. അദ്ദേഹത്തിന് ഏത് വിഷയത്തെക്കുറിച്ചായിരുന്നാലും അദ്ദേഹത്തിന് വ്യക്തമായ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അത് പരിസ്ഥിതിയെക്കുറിച്ചായിക്കോട്ടെ, അത് ഒരുപക്ഷെ ആയുർവേദത്തെക്കുറിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ ജൈവകൃഷിയെക്കുറിച്ചായിക്കോട്ടെ, ഏത് വിഷയത്തെക്കുറിച്ചും, സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചായിക്കോട്ടെ, എല്ലാത്തിനെ കുറിച്ചും, മോഡേൺ മെഡിസിനെ കുറിച്ചായിക്കോട്ടെ, എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു.
അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ സമൂഹത്തിൽ പല രീതിയിൽ ചിലപ്പോൾ വ്യാഖ്യാനിക്കാൻ പറ്റിയേക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ശരികൾ, അദ്ദേഹത്തിന് ശരിയെന്ന് ഉത്തമ ബോധ്യമുള്ള വസ്തുതകൾ, അത് നിർഭയം വളരെ സ്വതന്ത്രമായി തന്നെ അദ്ദേഹം ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ ഒരു മടിയും കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ പല വസ്തുതകളും പല പ്രസ്താവനകളും ചിലപ്പോൾ മറ്റുള്ള ചിലർക്കൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. അദ്ദേഹത്തിന്റെ ഏതോ ചില പ്രസ്താവനകൾ അസ്വസ്ഥത ഉണ്ടാക്കിയ ചില വ്യക്തികൾ അദ്ദേഹത്തിന്റെ വീടിന് നേരെ കരിയോയിൽ പ്രയോഗിച്ച ഒരു കാര്യം അദ്ദേഹം വളരെ ഇതായിട്ട് സരസമായിട്ട് അദ്ദേഹം പിന്നീട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അവർ ആ ഒഴിച്ച കരിയോലയിൽ കുറച്ചുകൂടി നന്നായി ഒഴിച്ചിരുന്നെങ്കിൽ എനിക്ക് അവിടെ പെയിന്റ് ചെയ്യാതെ കഴിച്ചു പോകാമായിരുന്നു എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. അത്രയും ഒരു വളരെ നർമ്മ കലർന്നിട്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള ചില കാര്യങ്ങളെ പോലും കണ്ടിരുന്നത് എന്നാണ്. ജീവിതത്തിൽ ഏത് കഠിനമായ സന്ദർഭങ്ങളിലും ഒരു ചെറിയൊരു നർമ്മം കണ്ടെത്താൻ, അത് ഒരു ശുദ്ധമായ നർമ്മമായി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു വലിയ മിടുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഈ അവസാന കാലത്ത് രോഗാതുരനായിരുന്ന ഒരു സമയത്ത് ഏതോ ഒരു സിനിമയിൽ, അപ്പോഴും സിനിമയിൽ സജീവമാണ് അദ്ദേഹം, ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഏതു നിമിഷവും അദ്ദേഹം ആ പ്രതിഭയുടെ ഒരു ഊർജം കൊണ്ട് അദ്ദേഹം രോഗ അവസ്ഥയിൽ പോലും സിനിമകളിലൊക്കെ അഭിനയിക്കാൻ വലിയൊരു ആവേശം കാട്ടിയിരുന്നതാണ്. അങ്ങനെ ഒരിക്കൽ രോഗത്തിന്റെ ഒരു കാഠിന്യം കൊണ്ട് ഒരിക്കൽ ഇങ്ങനെ കുഴഞ്ഞു വീണ് ബോധം നഷ്ടപ്പെട്ട ഒരു അവസരത്തിൽ പ്രശസ്ത സംവിധായകൻ ശ്രീ BM വിനു അദ്ദേഹമാണ് അന്ന് അദ്ദേഹത്തെ ആ ഒരു ബോധം ഇല്ലാത്ത അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഈ വിനു കൃത്യസമയത്ത് നിങ്ങളെ ഇവിടെ എത്തിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, എന്നാ പിന്നെ ഇനിയുള്ള ജീവിതം എന്റെ ചിലവ് മുഴുവൻ ഈ വിനു വഹിക്കണം എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ചിലവ് മുഴുവൻ വഹിക്കേണ്ട ഉത്തരവാദിത്വം വിനു ഏറ്റെടുക്കണമെന്ന് പറയും. നമ്മള് സാധാരണ മനുഷ്യനാണെങ്കിൽ നമ്മൾ ഒരു നന്ദിയോ അല്ലെങ്കിൽ അയ്യോ ദൈവതുല്യനായ ഒരു മനുഷ്യൻ എന്നൊക്കെ പറയും, നമ്മൾ ആ രക്ഷിച്ച ആളെ നമ്മളൊന്ന് സന്തോഷിപ്പിക്കാൻ നോക്കും. പക്ഷെ ശ്രീനേട്ടന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ശ്രീനേട്ടൻ അങ്ങനെയല്ല, എല്ലാ കാര്യത്തിലും ചില വിരുദ്ധമായ വ്യത്യസ്തമായ ചില മറുപടികളാണ് എപ്പോഴും ഉണ്ടാവുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മളോടൊക്കെ ആരെങ്കിലും ഒരു ചായ വേണോ, ഒരു നിസ്സാരമായിട്ടുള്ള കാര്യം ഞാൻ പറയുക, ചായ വേണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ലോകത്തെ രണ്ടുത്തരമേ ഉള്ളൂ, ഒന്നുകിൽ വേണം അല്ലെങ്കിൽ വേണ്ട, നമ്മളൊക്കെ അതല്ലേ പറയൂ. പക്ഷെ ശ്രീനേട്ടനോടാണ് നിങ്ങൾ ചോദിക്കുന്നത് ചായ വേണോ എന്ന് ചോദിച്ചാൽ ശ്രീനേട്ടൻ പറയുന്ന മറുപടി വേണ്ടി വന്നേക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഒന്നും പറയാതായിട്ടില്ല. ചിലപ്പോൾ വേണോന്ന് ചോദിച്ചാൽ തിരിച്ചങ്ങോട്ട് വേണോ ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്തിനേയും നോക്കിക്കാണുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അതൊരു ഉള്ളിലുള്ള ഒരു പ്രതിഭയുടെ ഒന്നാണ്. ഒരു പ്രതിഭയുടെ അതാണ് അദ്ദേഹത്തിന് ഈ തമാശകളൊക്കെ നമ്മളൊരു സാധാരണ യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള തമാശകളല്ല. അതാണ് അദ്ദേഹത്തെ തമാശകളിൽ പോലും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന ഒന്നായിട്ട് മാറ്റുന്നത്. ഈ തമാശകൾക്ക് പല രീതിയിലുണ്ട്. അതിൽ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു അംശമുണ്ട്, ഒരു ദുരന്തഹാസ്യം എന്നൊക്കെ പറയുന്നത്. ഈ ലോക ക്ലാസിക്കുകളിൽ നമ്മൾ പരിശോധിച്ചാൽ അത്തരം ദുരന്തഹാസ്യത്തിന്റെ വലിയ അംശങ്ങൾ കാണാം. അതിന്റെ ഒരു മിന്നൽ ഒരു ജ്വാലയാണ് പലപ്പോഴും ശ്രീനേട്ടനിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ ലോക സിനിമയിൽ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഒരു വിശപ്പിന്റെ കാഠിന്യം സഹിക്കാൻ പറ്റാതെ വിശന്ന് വല്ലാതെ അവശനാകുന്ന ഒരവസ്ഥയിൽ ഒരു ഷൂസ് പുഴുങ്ങി തിന്നുന്ന ഒരു രംഗമുണ്ട്. അത് കാണുമ്പോൾ ഒരുപക്ഷെ കാണുന്ന പ്രേക്ഷകരിങ്ങനെ ആദ്യമൊന്ന് ആർത്തട്ടഹസിച്ച് ചിരിക്കും. ഇതിന്റെ എന്തൊരു കോമാളിത്തമാണ്, മണ്ടത്തരമാണ് അയാൾ കാണിക്കുന്നത് എന്ന് നമ്മൾ വല്ലാതെ ചിരിച്ചു പോവുകയും ഒപ്പം ആ വിശപ്പെന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു മനുഷ്യന്റെ ഒരു ദുരന്ത അവസ്ഥയുടെ ആ ഒരു ഇരുണ്ട മുഖത്തിന്റെ ഒരു വല്ലാത്ത ഒരു വിങ്ങൽ അത് നമ്മൾ അവശേഷിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഇരുണ്ട ഹാസ്യത്തിന്റെ ഒരു വല്ലാത്തൊരു പ്രത്യേകത. അത് ലോക സാഹിത്യത്തിൽ, ലോക നാടകങ്ങളിൽ, ലോക സിനിമകളിലൊക്കെ അത്തരം ദുരന്തഹാസ്യങ്ങൾ, എല്ലാ ചിരിയിലും ഒരു കരച്ചിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ കരച്ചിലുകളിലും ഒരു ചിരി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രാജഡിയും കോമഡിയും എന്നുള്ള ദുരന്തവും ഈ തമാശകളും ഇത് വേർതിരിവില്ലാതെ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് അത്തരം ഒരു ഹാസ്യ സങ്കല്പമായിരുന്നു പലപ്പോഴും ശ്രീനേട്ടന്റെ ഒരു ഹാസ്യത്തിന് നമ്മൾ അങ്ങനെയാണ് അത് വിലയിരുത്തേണ്ടതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അത് വെറുതെ ഒരു ഉപരിപ്ലവമായ ഒരു ഹാസ്യമായിട്ട് അതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പൊ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന പല സംഭാഷണങ്ങളും അത് കാലം എത്ര കഴിഞ്ഞാലും പ്രസക്തമായി ഉള്ള, ഒരുപക്ഷെ
എന്നും മനുഷ്യർക്കുള്ള അല്ലെങ്കിൽ സമൂഹത്തിനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിനൊക്കെ ഉള്ള ഒരു വലിയ സന്ദേശമായി എന്നും അത് കാലാധിപത്യമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ അത് അദ്ദേഹത്തിന്റെ ഏറ്റവും തികഞ്ഞ ചില ബോധ്യങ്ങളാണ്. അതിനകത്ത് ചിലപ്പോൾ വിയോജിപ്പിക്കാം, നമുക്ക് വിയോജിപ്പ് പറയാം, അതിനെ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എതിർക്കാം, അതൊക്കെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില വസ്തുതകൾ, ചില ജീർണതകൾ, ചില മൂല്യച്യുതികൾ അത് നമ്മുടെ സമൂഹത്തിൽ ആകെ ഉണ്ടാകുന്നു. അതിനെ അദ്ദേഹം വളരെ നിശ്ചിതമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു നർമ്മത്തിന്റെ രീതിയിൽ ആരെയും നോവിപ്പിക്കാതെ. ഇപ്പൊ ശ്രീനേട്ടനെ കുറിച്ച് അതിന്റെ പ്രിയപ്പെട്ട ശ്രീ പ്രശാന്ത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇന്ന് ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അത് അദ്ദേഹം ശ്രീനേട്ടന് ആരോടും എന്തും ധൈര്യമായിട്ട് പറയാനുള്ള ഒരു ലൈസൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് പോലെയാണ് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പോലും അദ്ദേഹം ആ രീതിയിൽ പറയാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സിനിമയിൽ അദ്ദേഹം പറയുന്ന ചില തമാശകൾക്കൊക്കെ അപ്പുറം ചില കാര്യങ്ങൾ വളരെ വ്യക്തമായി, ചിലപ്പോൾ അത് മൂർച്ചയേറിയ വാക്കുകളായിട്ട് നമ്മളെ നോവിക്കാൻ പോകുന്ന ചില വാക്കുകളായിരിക്കും. പക്ഷെ അത് ശ്രീനേട്ടൻ പറയുമ്പോൾ അത് കേൾക്കുന്നയാൾക്ക് അല്ലെങ്കിൽ അത് പറയുന്ന ആ ആൾക്ക് അത് യാതൊരു വേദനയും തോന്നാതെ അത് പറയാൻ, അത് നമ്മുടെ നായനാർ സഖാവിനൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ നമ്മൾ നായനാർ സഖാവിനെ പോലെ അങ്ങനെ ചിലർക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു അവകാശമുണ്ട്. അപ്പൊ സിനിമയിൽ ഇന്നസെന്റ് ആയിട്ട് നമ്മൾ ഒരു പരിധി വരെ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഇതുണ്ട്. അദ്ദേഹത്തിന്റെ ആരെയും ആ രീതിയിൽ അത് വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ്, അതിനകത്ത് യാതൊരു കലർപ്പമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അത് ശ്രീനേട്ടൻ പറയുമ്പോൾ അത് ആർക്കും ഇപ്പൊ സിനിമയിൽ തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മെഗാതാരങ്ങളെ വൻതാരങ്ങളെയൊക്കെ എത്ര നിശ്ചിതമായിട്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ തന്നെ അദ്ദേഹം വിമർശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതൊന്നും ആർക്കും ഒരു പരാതിയോ ഒരു പരിഭവമോ ശ്രീനേട്ടനോട് തോന്നുന്നില്ല. അത് ശ്രീനേട്ടൻ പറയുന്ന ആ ഒരു രീതി കൊണ്ടാണ്. അത് ശ്രീനേട്ടൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ഒരു മനുഷ്യൻ എന്ന നിലയിലും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു താരം, ഒരു നടൻ, അഭിനേതാവ്, അങ്ങനെ ഒരു പ്രതിഭ എന്നതിലൊക്കെ അപ്പുറം ഒരു യഥാർത്ഥ മനുഷ്യൻ, ആ രീതിയിലാണ് എനിക്ക് ശ്രീനേട്ടനോടുള്ള ഒരു വലിയ സൗഹൃദം അല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇഷ്ടവും എന്നിൽ വർദ്ധിപ്പിക്കുന്നത്. ഒരു യഥാർത്ഥ മനുഷ്യൻ ആയിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു മനുഷ്യപക്ഷ നിലപാടുണ്ടായിരുന്നു. എപ്പോഴും മനുഷ്യരെ കുറിച്ച് പറയുകയും മനുഷ്യരെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ കഥാപാത്രങ്ങളും അതൊന്നും ഒരു അത്യസാധാരണമായ മനുഷ്യരല്ല, അസാധാരണ മനുഷ്യരല്ല അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം സാധാരണ മനുഷ്യനായിരുന്നു. ഒരു മധ്യവർത്തി സമൂഹത്തിന്റെ ഇടത്തരക്കാരായ ആ മനുഷ്യരെ ആണ് അദ്ദേഹം അധികവും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവരും മനുഷ്യരാണ്. ആ ഒരു മനുഷ്യന്റെ എല്ലാ ഭാവങ്ങളുമായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നത്. അത് നടനെന്ന രീതിയിലായിരുന്നാലും അദ്ദേഹത്തിന്റെ മറ്റ് തിരക്കഥകളിലായിരുന്നാലും എല്ലാം ഒരു മനുഷ്യന്റെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന, മനുഷ്യനെ ഒരു ശരിയായ ഒരു വഴിയിലേക്ക് നയിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില പ്രബോധനങ്ങൾ നൽകുന്ന അത്തരം ഒരു മനുഷ്യപക്ഷ നിലപാടുള്ള ഒരു യഥാർത്ഥ മനുഷ്യനായിട്ടാണ് ശ്രീനേട്ടനെ ഞാൻ അടയാളപ്പെടുത്തുന്നതും ഞാൻ വിലയിരുത്തുന്നതും. അവസാന കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ആ രോഗാവസ്ഥയിലൊക്കെ ആയിരുന്ന ആ അവസാന നാളുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ചിരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ചിരി എന്റെ മനസ്സിൽ അത് മായാതെ നിൽക്കുന്ന ചിരിയാണ്. ശ്രീനേട്ടന്റെ ആ ഏറ്റവും ഊർജ്ജസ്വലമായിരുന്ന കാലത്ത് കണ്ടിട്ടുള്ള ചിരിയും എന്റെ മനസ്സിലുണ്ട്. അതും ആ ചിരിയിൽ നിന്ന് ഈ അവസാന കാലത്തേക്കൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ആ ചിരി എന്തൊരു നിഷ്കളങ്കമായ ഒരു ചിരിയായിരുന്നു. അത് ഒരു ശിശുവിന്റെ സഹജമായ ശിശുക്കളെ പോലെ, അത് ഉള്ളിൽ പകയും വിദ്വേഷവും വെറുപ്പും ഒന്നുമില്ലാത്ത നന്മയുള്ള ഒരു മനുഷ്യന്റെ, ഉള്ളിൽ ആർജവമുള്ള ഒരു മനുഷ്യന്റെ, ഈ സമൂഹത്തോടോ അല്ലെങ്കിൽ ഒന്നിനോടുമോ ഒരു വിദ്വേഷമോ ഒന്നുമില്ലാത്ത, ഒന്നിനോടും ഒരു വലിയ പ്രതിപത്തിയോ അല്ലെങ്കിൽ വിപ്രതിപത്തിയോ അതൊന്നുമില്ലാത്ത ഒരു യഥാർത്ഥ ഒരു ശിശുവിന്റെ, ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ചിരിയാണ് പലപ്പോഴും ആ ചിരിയിൽ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിട്ടാണ് ഞാൻ ശ്രീനേട്ടനെ ഞാൻ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ കാലത്തുമുള്ള അദ്ദേഹത്തിന്റെ ഈ നർമ്മവും അദ്ദേഹത്തിന്റെ അത്തരം ചില വിമർശനങ്ങളും
അദ്ദേഹം പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതൊക്കെ ചിലർക്കതൊരു അസഹിഷ്ണുത ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ആ വിമർശനങ്ങളിൽ പോലും അത് അദ്ദേഹത്തിന് ശരിയാണ് എന്ന ബോധ്യമുള്ള വിമർശനങ്ങളായിരുന്നു. അദ്ദേഹത്തിന് ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളത്തിന് അദ്ദേഹം എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു, അദ്ദേഹം എത്രമാത്രം വിലപ്പെട്ട സംഭാവന മലയാളത്തിന് നൽകിയിരുന്നു എന്നൊക്കെയുള്ളത് വരും കാലത്ത് അതൊക്കെ ഇനിയും ഒരുപാട് പഠന വിധേയമാക്കേണ്ടതുണ്ട്. മലയാള ഭാഷയ്ക്ക് തന്നെ അദ്ദേഹം ചില പദപ്രയോഗങ്ങൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ ഈ താത്വിക അവലോകനം എന്ന് പറയുന്ന ഒരു പ്രയോഗം, അല്ലെങ്കിൽ ഒരു അന്തർധാര എന്ന് പറയുന്ന ഒരു വാക്ക്, ഇതൊക്കെ ആധുനിക കാലത്ത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്ന് പറയുന്ന ഒന്ന്. ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രയോഗങ്ങളും മലയാളിയുടെ ഒരു നിത്യജീവിതത്തിൽ പോലും അവന്റെ ഒരു ഭാഷയുടെയും ജീവിതത്തിന്റെയും ഒക്കെ ഭാഗമായി മാറുന്ന തരത്തിൽ വലിയ സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമയ്ക്കൊക്കെ അപ്പുറം അത് ഭാഷയുടെയും സംസ്കാരത്തിന്റെയും നമ്മുടെ ഒരു രാഷ്ട്രീയ മേഖലയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഭാവന, അത് വിമർശനപരമായും ഉപദേശപരമായും ചില ആക്ഷേപഹാസ്യപരമായും ഒക്കെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഞാനൊരു ദീർഘമായ ഒരു സംഭാഷണത്തിൽ ഇനിയും മുതിരുന്നില്ല. ചില വ്യക്തിത്വങ്ങൾ നമ്മൾ ജീവിക്കുന്ന കാലത്ത്, നമ്മൾ ജീവിക്കുന്ന ലോകത്ത് എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ട്. ശ്രീനേട്ടനെ എന്നെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ ഒരു വ്യക്തിത്വമാണ് ശ്രീനേട്ടൻ. ഇനിയും ഒരുപാട് കാലം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എത്രയെത്ര കഥാപാത്രങ്ങൾ, എത്രയെത്ര മഹാസിനിമകൾ അതൊക്കെ ബാക്കിയാക്കി വെച്ചിട്ടാണ് അകാലത്തിൽ എന്ന് തന്നെ പറയാം ശ്രീനേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞത്. ആ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം ശിരസ് നമിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ഇങ്ങനെയുള്ള ചില അവസരങ്ങളിൽ അനുസ്മരിക്കേണ്ടി വരിക എന്നുള്ളത് അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇവിടെ വ്യക്തിപരമായി എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോകുന്നത്. ശ്രീനേട്ടൻ എന്ന് പറയുന്നത് ഞാൻ ഇത്രയുമൊക്കെ സംസാരിച്ചുവെങ്കിൽ പോലും ഉള്ളിൽ അതൊരു വല്ലാത്ത ആ വിയോഗം, ഒരു വല്ലാത്തൊരു വിങ്ങലോ നീറ്റലോ ഒക്കെ ആയിട്ടൊന്ന് അവശേഷിക്കുകയാണ്. അദ്ദേഹത്തിന് ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം അത് സത്യത്തെ പറഞ്ഞതുപോലെ, സത്യനന്ദികൾ പറഞ്ഞതുപോലെ അദ്ദേഹം അത് ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരില്ല. അദ്ദേഹം അതിനെ എതിർക്കും ചിലപ്പോൾ. അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇവിടെ ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ വരാൻ കാരണം ഗോവർദ്ധേട്ടനാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ ചില സിനിമകളിലൊക്കെ മുമ്പ് അഭിനയിച്ച പിന്നീടുള്ള ഇങ്ങോട്ടുള്ള ഒരു ആത്മബന്ധമാണ്. അദ്ദേഹമാണ് ഈ ഒരു പരിപാടിയിലേക്ക് വരണമെന്ന് എന്നോട് സ്നേഹത്തോടെ ആവശ്യപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ തിരക്കഥാകൃത്ത് മാത്രമല്ല, ഇപ്പോൾ ഒരു പുതിയ സിനിമ സംവിധാനം ചെയ്യാനും പോവുകയാണ്. ഗോവർദ്ധേട്ടൻ, ശ്രീജിത്ത്, ഇവരൊക്കെ നിരവധി തവണ സ്നേഹത്തോടെ ഈ ഒരു പരിപാടിയിലേക്ക് വരണമെന്ന് എന്നോട് പറഞ്ഞു. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് വരുന്നത്. പക്ഷേ അത് ഒരു സന്തോഷകരമായ അനുഭവമല്ല എനിക്ക്. ശ്രീനേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു വ്യക്തിയുടെ വിയോഗത്തിന്റെ ഈ ഒരു വേളയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ആ ഒരു ദൗത്യം അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. നന്ദി. പ്രേംകുമാർ സാർ, മറ്റ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രീനിവാസനെ സംബന്ധിച്ച് ഇവിടെ സ്വാഗത ഭാഷകനും അധ്യക്ഷനും തുടർന്ന് ഉദ്ഘാടകനും സുദീർഘമായി തന്നെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് ചോയൻ സൂചിപ്പിച്ചു വെച്ചത് നമ്മുടെ കതിരൂർ സ്കൂളിൽ അദ്ദേഹം PTA പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് ശ്രീനിവാസൻ വന്ന അനുഭവത്തെ സംബന്ധിച്ചാണ്. അന്ന് കതിരൂർ സ്കൂളിൽ ശ്രീനിവാസൻ സാർ വരുന്ന സന്ദർഭത്തിൽ ഒരു 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ശ്രീനിവാസനെ ആദ്യമായി കാണുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 2005 ആ കാലയളവിലാണ്. ഞാൻ ഓർക്കുന്നത് അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കളരിയുമായി ബന്ധപ്പെട്ടാണ്. കതിരൂർ സ്കൂളിലെ കളരി ചില ഘട്ടങ്ങളിൽ എനിക്ക് സിനിമയിൽ പ്രയോഗിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ഭാഗം പറഞ്ഞതായി
ഞാനിവിടെ ഓർക്കുകയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തലശ്ശേരിയെ പരിചയപ്പെടാൻ സാധിക്കും, കതിരൂറിനെ പരിചയപ്പെടാൻ കഴിയും, വേറ്റുമ്മൽ, പത്തായക്കുന്ന്, പൂക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന നില ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ തലശ്ശേരിയിലും അതോടൊപ്പം ചുറ്റുവട്ടത്തും സിനിമ ഷൂട്ടിംഗ് വളരെ അത്യപൂർവമായിട്ടാണ് നടക്കാറുള്ളത്. നേരത്തെ തീരെയില്ലെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ചില ഘട്ടങ്ങളിൽ നടന്നു വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സിനിമയിൽ നമ്മുടെ നാടിൻ്റെ പേര് പറയുക, അത് കേൾക്കുക എന്നുള്ളത് തന്നെ നാട്ടിലെ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അഭിമാനകരമായ കാര്യമാണ്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ, അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നമ്മുടെ നാടിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന വിധത്തിലേക്ക് എത്രയോ ചരിത്ര മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സാധാരണക്കാരായ നിസ്വരായ ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ടുള്ള നിരവധി സിനിമകൾ ഇറങ്ങിയതായും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വേർപാട് സിനിമാ ലോകത്തിന് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഈ കതിരൂർ പ്രദേശത്തിന്, പാട്ടി ഉൾപ്പെടെ ഉള്ള പ്രദേശത്തിന് തീരാ നഷ്ടം തന്നെയാണ്. നമ്മുടെ നാടിനെ കൂടുതൽ കൂടുതൽ ഉയർത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് നമുക്ക് ഒരു സംസാരത്തിലൂടെ വിശദീകരിക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായും അദ്ദേഹത്തെ സ്മരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയെയും അതിന്റെ ജീവനക്കാരെയും ഈ പരിപാടി വിജയകരമാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന കതിരൂരിലെ ജനാവലിയെയും ഹൃദയംഗമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർക്കും എൻ്റെ നമസ്കാരം. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ അനുസ്മരണത്തിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്ന പ്രേംകുമാറിനെ പറ്റി വേണ്ടതാണ്. പ്രേംകുമാറിൻ്റെ 2 പടങ്ങളിൽ മാത്രമേ എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒന്ന് നിസാറിൻ്റെ 3 Man Army എന്ന പടത്തിലും, മോഹൻ കുപ്ലിയുടെ കാതിലൊരുകി നരം എന്ന പടത്തിലും. പക്ഷേ പ്രേംകുമാറും ഞാൻ തമ്മിലുള്ള സ്നേഹ സൗഹൃദം ഈ നിമിഷം വരെ കൊണ്ടുപോകാൻ നമുക്ക് 2 പേർക്കും കഴിഞ്ഞുള്ള കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണെന്നാണ്. കാരണം പ്രേംനാഥൻ്റെ രാഷ്ട്രീയ നിലപാടിൽ എനിക്ക് പലപ്പോഴും വളരെ യോജിപ്പ് തോന്നിയിട്ടുണ്ട്. കാരണം സത്യം വിളിച്ചു പറയാനുള്ള ആർജവം എന്നും പ്രേംനാഥനുണ്ടായിരുന്നു. ഉദാഹരണത്തിന് കാസർഗോഡ് ഭീകരരോഗമായ എൻഡോസൾഫാനേക്കാളും ഭീകരമാണ് സീരിയൽ എന്ന് പറയാനുള്ള തൻ്റെ ഇടം മലയാളത്തിൽ പ്രേംകുമാറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ശ്രീനിവാസൻ്റെ ഓർമ്മയിലേക്ക്. പ്രശസ്ത സംവിധായകൻ KP കുമാരൻ്റെ കൂടെയാണ് എൻ്റെ സിനിമാ പ്രവേശം. അദ്ദേഹത്തിൻ്റെ സംവിധാന സഹായിയായി 1983 നാഗേശ്വര റാവു അഭിനയിച്ച മേഘസന്ദേശം എന്ന തെലുങ്ക് പടം മൊഴിമാറ്റം നടത്തിയത് ശ്രീ KP കുമാരനാണ്. അതിന് നാഗേശ്വര റാവുവിന് ശബ്ദം നൽകിയത് ശ്രീനിവാസനായിരുന്നു. ശ്രീനിവാസൻ ജോലിയൊന്നുമില്ലാതെ ബുദ്ധിമുട്ടി നടന്ന കുടംബക്കം കാലഘട്ടങ്ങളിൽ പലർക്കും ശബ്ദം നൽകിയിരുന്നു. നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാഷ് പോലും ശബ്ദം നൽകി ജീവിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ മേഘസന്ദേശത്തിൻ്റെ ഡബ്ബിംഗ് പൂർത്തിയായി തിരിച്ചു പോകുന്ന ദിവസം തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പടിക്കെട്ടിലിരുന്ന് ശ്രീനിവാസനും ഞാനും കുറേ നേരം സംസാരിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീനിവാസൻ വളരെ വിഷണ്ണനായി പറഞ്ഞു,
നിനക്ക് പോകാൻ ഒരു ജോലിയെങ്കിലുണ്ട്, എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ലെന്ന്. അന്ന് ഞാൻ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു ചെന്നൈയിൽ. അത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് സംവിധായകൻ പ്രിയദർശൻ്റെ ഫോൺ കോൾ ശ്രീനിവാസനെ തേടിയിരുന്നത്. അതായത് ഓടരുതമ്മവ അളറിയാം എന്ന പടത്തിൻ്റെ എഴുതാൻ വേണ്ടിയുള്ള വിളിയായിരുന്നത്. ശ്രീനിവാസന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നെ വീണ്ടും കെ പി കുമാരൻ സംവിധാനം ചെയ്ത രുക്മിണി എന്ന പടത്തിലാണ് ശ്രീനിവാസനെ വേണ്ടി ഞാൻ കാണുന്നത്. അന്ന് തമാശയായി പറഞ്ഞ ഒരു വാക്ക്, ഞാൻ പുത്തുറമ്പിലേക്ക് പോകുമ്പോൾ എപ്പോഴും നായനാളോട് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഓർമ്മിക്കാറുണ്ടായിരുന്നു. ആ വാക്കുകൾ എനിക്ക് എത്രമാത്രം സന്തോഷമാണ് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റാത്ത ഒരു വാക്കുകളായിരുന്നത്. പിന്നീട് രുക്മിണിക്ക് ശേഷം ഞാൻ ചെന്നൈയിൽ നാടകവും സിനിമ മോഹങ്ങളുമായി അലഞ്ഞിരിഞ്ഞ കാലത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ആഗ്രഹമായിട്ട് ശ്രീനിവാസനെ സമീപിക്കുകയാണ്. ചിന്ത പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച MV ജനാർദ്ദൻ എഴുതിയ പെരുമലൻ എന്ന നോവലായിരുന്നു തിരക്കഥ. തിരക്കഥ അദ്ദേഹത്തെ കാണിക്കുകയും 2 ദിവസത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ വായനയ്ക്ക് ശേഷം ശ്രീനിവാസൻ പറഞ്ഞു, ഇത് ഗിരീഷ് കാസരവള്ളിയുടെ ചമ്മനതൊടി എന്ന കന്നഡ പടത്തിൻ്റെ ഒരു സാമ്യം തോന്നുന്നു, ഗോവർദ്ധൻ ക്ഷമിക്കണമെന്ന്. അങ്ങനെ ആ പ്രൊജക്റ്റും അവസാനിക്കുകയുണ്ടായത്. ഇനി ഒരു പ്രൊജക്റ്റ് സ്വപ്നം കാണാനാത്ത വിധം ശ്രീനിവാസൻ നമ്മളെയൊക്കെ തനിച്ചാക്കി പോവുകയും ചെയ്തു. 2026 ജനുവരി 2-ാം തീയതി ഇംഗ്ലീഷ് നോവൽ എന്ന അനിത നായർ എഴുതുകയുണ്ടായി. 2025 കണക്ക് പുസ്തകത്തിലെ ഏറ്റവും വലിയ നഷ്ടം ശ്രീനിവാസൻ്റെ വിയോഗമാണെന്ന് CV ബാലകൃഷ്ണൻ എന്ന എഴുത്തുകാരൻ ദേശാഭിമാനി വരിയിൽ എഴുതുകയുണ്ടായി. ജീവിതത്തിൽ മുഖംമൂടി അണിയാത്ത കലാകാരനായിരുന്നു ശ്രീനിവാസൻ എന്ന്. തിരക്കഥയിലും അഭിനയത്തിലും സംവിധാനത്തിലും എന്നും ഉയരങ്ങളിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സുഹൃത്തിന് എൻ്റെ പ്രണാമം, നന്ദി, നമസ്കാരം. ഈ പരിപാടി ഉദ്ഘാടനം അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടുള്ള പ്രശസ്ത നടൻ പ്രേംകുമാർ സാർ, എല്ലാവർക്കും നമസ്കാരം. ശ്രീനിവാസനെ പ്രത്യേകിച്ച് ആർക്കും ഓർമ്മിപ്പിച്ച് കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. ഏത് തലമുറയിൽപ്പെട്ടവരും ഏറ്റവും അധികം സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഹാസ്യം തന്നെയാണ്. നല്ല നർമ്മബോധത്തോടുകൂടി കൃത്യമായി രാഷ്ട്രീയ വിമർശനങ്ങളായാലും സാമൂഹ്യ വിമർശനങ്ങളായാലും ജീവിത യാഥാർത്ഥ്യങ്ങളായാലും നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സിനിമകളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഏതൊരു ചെറിയ കുട്ടിയും ഇന്ന് കാർട്ടൂൺ കണ്ട് അതിൽ മയങ്ങിയിരിക്കുന്ന കുട്ടികൾ പോലും ശ്രീനിവാസന്റെ സിനിമകൾ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ അത്രയും ലളിതമായ രീതിയാണ് അദ്ദേഹം സിനിമകളിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈ സമയങ്ങളിലെല്ലാം ഞാനിങ്ങനെ പ്രേംകുമാർ സാറ് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു, സ്ത്രീ കഥാപാത്രങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളായി തന്നെ അവർക്ക് തിരക്കഥ എഴുതുകയും അവരെ സിനിമയിൽ കൊണ്ടുവരികയും ചെയ്യുകയും വളരെ മോശമായ ചിത്രീകരണങ്ങൾ ഒന്നുമില്ലാതെ കൃത്യമായ ബഹുമാനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ആ സിനിമകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും, ആദ്യം കാലങ്ങളിൽ അഭിനയിച്ച നടിമാരോട് കൂടെ തന്നെ ഏറ്റവും അവസാന നാളുകളിൽ പോലും അഭിനയിക്കാൻ സന്നദ്ധത കാണിക്കുകയും അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു വിശാല മനസ്സിന്റെ ഉടമ കൂടിയാണ് ശ്രീനിവാസൻ സാർ. അദ്ദേഹം ഈ നാടിനും ലോകത്തെ ഉള്ള സിനിമകൾക്കും എല്ലാം ഒരു മുതൽക്കൂട്ടായിരുന്നു. നമ്മൾ എക്കാലത്തും അദ്ദേഹത്തെ ഓർത്തിരിക്കും. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഹാസ്യം മാത്രമല്ല, കൃത്യതയാർന്ന വിമർശനങ്ങളും നമുക്ക് തന്നിട്ടുള്ള അറിവും അനുഭവങ്ങളും എല്ലാം നമ്മളുടെ മനസ്സിൽ എല്ലാ കാലത്തും ഉണ്ടാകും
എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ വകുപ്പിന് വേണ്ടി ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് നിർത്തുന്നു. വിശിഷ്ടാതിഥി പ്രശസ്ത നടൻ പ്രേംകുമാർ സർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവർ, ആദ്യമായി ഈ ചടങ്ങിന് വൈകിയെത്തിയതിൽ ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠനയാത്രയായിരുന്നു. അവരെ പറഞ്ഞയക്കുന്ന തിരക്കിലായിരുന്നു. കതിരൂർ സ്കൂളിൽ പഠിച്ച ഏതൊരാൾക്കും കതിരൂർ സ്കൂളിലെ 4 കെട്ട് എന്ന് പറയുന്ന ആ ഒരു കെട്ടിടം ഒരുപാട് പ്രിയപ്പെട്ടതാണ്. ഒരുപാട് മരങ്ങളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ ഒരുപാട് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ആ ഒരു കെട്ടിടം കേരളത്തിലെ വിദ്യാലയത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് സംശയമാണ്. ഇന്നലെ ആ വരാന്തയിലൂടെ കുട്ടികളൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് അനശ്വര നടൻ ശ്രീനിവാസിൻ്റെ മുഖമാണ്. അദ്ദേഹം ഓടി നടന്ന വരാന്തകൾ, അദ്ദേഹത്തിൻ്റെ കാൽപാദം പതിഞ്ഞ മണ്ണ്, അതുപോലെ അദ്ദേഹത്തെ വാർത്തെടുത്ത ക്ലാസ് റൂമുകൾ, ഇതൊക്കെ മനസ്സിലേക്ക് വന്നപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് വന്ന വികാരം എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അദ്ദേഹത്തിൻ്റെ കാൽപാദം നിറഞ്ഞ മണ്ണിൽ നിൽക്കുമ്പോഴുണ്ടായ അഭിമാനമാണോ, അല്ലെങ്കിൽ കതിരൂർ സ്കൂൾ വാർത്തെടുത്ത ആ അനശ്വര പ്രതിമ ഇനി ഇല്ലല്ലോ, ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്ന നൊമ്പരമാണോ, എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. എന്നിരുന്നാലും അദ്ദേഹം പഠിച്ച ആ സ്കൂളിൽ ജോലി ചെയ്യാൻ കഴിയുന്നത് അഭിമാനമായിട്ട് തന്നെ ഇപ്പോൾ കാണുകയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, ഹാസ്യത്തിൻ്റെ മറവിൽ ഗൗരവമേറിയ ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഈ കതിരൂരിൽ നിന്നും പാട്യത്തു നിന്നും ഒക്കെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ്. അതിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ ഏറെ അഭിമാനിക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ എന്നും നമ്മുടെ കൂടെ അദ്ദേഹം ജീവിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഹൃദയപൂർവ്വം ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും കയ്യിലെടുത്ത് പ്രവർത്തിച്ചവരാണ് കതിരൂരിലെ ഓരോ ജനപ്രതിനിധിയും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും റിസൾട്ടാണ് കതിരൂരിനെ ഇന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വികസന ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അതേ പാത പിന്തുടർന്ന് ജനക്ഷേമത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഹൃദയപൂർവ്വം നന്ദിയും ആദരവും അർപ്പിക്കുകയാണ്. അതുപോലെ കതിരൂർ സഹകരണ ബാങ്ക്, ഞാനിവിടെ വന്നിട്ട് 6 മാസമേ ഉള്ളൂ സ്കൂളിൽ. ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറെ ശ്രദ്ധേയമാണ്. വേറിട്ട തനതായ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള ബാങ്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശിവാനി MT എന്ന കുട്ടിയുടെ ഇംഗ്ലീഷ് കവിതാ സമാഹാരം, IV എന്ന കവിതാ സമാഹാരം, അത് ബഹുമാനി MP ജോൺ ബ്രിട്ടാസിനെ കൊണ്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത് ബാങ്കിന്റെ സാരഥി ശ്രീജിത്ത് ചോയന്റെ ശ്രമം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. അപ്പം അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഇവിടെ ഞാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ആദരവും അർപ്പിക്കാം. ഇന്നിവിടെ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ 2 പരിപാടികളാണ്. ഒന്ന് അനശ്വര കലാകാരനായ പ്രമുഖ നടൻ ശ്രീനിവാസൻ അനുസ്മരണവും അതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വിജയിച്ചിലാളിതരായിട്ടുള്ള അംഗങ്ങൾക്കുള്ള സ്വീകരണം. ശ്രീനിവാസൻ്റെ കലാചാതുര്യത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നല്ലൊരു അനുസ്മരണ പ്രഭാഷണം
ശ്രീമാൻ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. മലയാളികൾക്ക് ഇനിയുള്ള എല്ലാ കാലത്തേക്കും ചിരിക്കാനും അതിലേറെ ചിന്തിക്കാനും വക നൽകുന്ന നിരവധി കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടാണ് ശ്രീനിവാസൻ കാല യവനിയെക്കുള്ളിൽ മറന്നു പോയിട്ടുള്ളത്. കതിരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളത് കതിരൂരിനെ ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹത്തെ യുവനവും ബാല്യവും കടന്നു പോയിട്ടുള്ളത് കതിരൂരിൻ്റെ വഴികളിലൂടെയാണ്. അദ്ദേഹത്തെ ജന്മനാളായ പാഠ്യത്തെ കാണുന്നുണ്ട്. അങ്ങനെ കടന്നുപോയ വഴികളിൽ നിന്നും അദ്ദേഹം കണ്ടെടുത്തിട്ടുള്ള സാധാരണ ജീവിതങ്ങൾ ആണ് പിൽക്കാലത്ത് സിനിമയിലെ അനശ്വര കഥാപാത്രങ്ങളായിട്ട് നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ജോലിക്കിടെ പോയി കൃഷിപ്പണി ചെയ്യുന്ന പ്രധാന അധ്യാപകനും ബസ് മുതലാളി, അതുപോലെ എന്തിനേറെപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലം നമ്മുടെ പരിസരങ്ങളിൽ നിന്നും കണ്ടിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. അത്തരം ജീവിതങ്ങൾ അനശ്വര കഥാപാത്രങ്ങളായി നമുക്ക് ചിന്തിപ്പിക്കാൻ വക നൽകുന്ന തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. തികച്ചും സാധാരണക്കാരുടെ ജീവിതമായിരുന്നു അദ്ദേഹം പകർത്തിയിരുന്നത്. അദ്ദേഹത്തെ അനുസ്മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഈ കതിരൂർ ബാങ്ക് എന്തുകൊണ്ടും അഭിമാനജനീയമായ ഒരു കാര്യമാണ് നിർവഹിച്ചുള്ളത് എന്ന്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഈ ബാങ്കിൻ്റെ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും വിജയിച്ചു വന്ന പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് എല്ലാ അംഗങ്ങൾക്കും ഇവിടെ സ്വീകരണം ഒരുക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ പഞ്ചായത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗമായി നടന്നതാണ്. ആ പ്രവർത്തനങ്ങൾക്ക് അതിന് കൂടുതൽ ഊർജ്ജത്തിലൂടെ പുതിയ ആശയങ്ങളും അതുപോലെ പുതിയ പദ്ധതികളുമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അവർക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പരിധിയിൽ വരുന്ന ജനപ്രതിനിധികളാണ്. അതുകൂടാതെ ബാങ്ക്, കതിരൂർ ബാങ്കിന്റെ നിലനിൽക്കുന്ന ഹെഡ് ഓഫീസ് നിലനിൽക്കുന്ന പഞ്ചായത്ത് എന്ന രീതിയിൽ കതിരൂരിലെ മുഴുവൻ പ്രതിനിധികളെയും നമ്മൾ ഇന്നിവിടെ വിളിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു AK ശോഭയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് വിജയിച്ചിട്ടുള്ളത്. കതിരൂരിന് അഭിമാനം പകരുന്ന തരത്തിൽ കതിരൂരിലെ സീറ്റിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ച ജനപ്രതിനിധിയാണ് AK ശോഭ. ഇവിടെ അനുശ്രീ പങ്കെടുക്കേണ്ടതാണ്. അനുശ്രീ ഒരു പ്രയാസം നേരത്തെ അറിയിച്ച കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അനുശ്രീയും നല്ല പ്രകടനം ഈ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ബാങ്കിന്റെ കീഴിൽ വരുന്ന ജനപ്രതിനിധികളും കതിരൂർ ബാങ്കും ഒരു അഭേദ്യ ബന്ധം ഇനി വരുന്ന 5 വർഷം സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ബാങ്കിന്റെ പ്രവർത്തന പരിപാടികളിൽ നിങ്ങളേതായ നിസ്തൂലമായ പങ്കും നമ്മൾ വേർപിരിയാൻ പറ്റാത്ത ബന്ധം സൂക്ഷിക്കേണ്ടതാണ്. ജനപ്രതിനിധികളും കതിരൂർ ബാങ്കിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ പിന്തുണ നൽകേണ്ട ഒരു വിഭാഗവും ആണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ച് അവസരത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തരും പേര് ഇവിടെ വായിക്കും. നമ്മുടെ ജീവനക്കാർ അവർക്കുള്ള ഉപകാരങ്ങൾ നൽകും. ആ ചെറിയ ഉപകാരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും തുടർന്നും നമുക്ക് ബാങ്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പ്രവർത്തനവും എല്ലാം കൂട്ടിവയ്പ്പിക്കുമ്പോൾ ഇനിയും പരിപാടികളും അനുസ്മരണങ്ങളും ഇതുപോലുള്ള കൂടിച്ചേരലുകളെല്ലാം നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ എളിയ ഉപകാരങ്ങൾ സ്വീകരിച്ച് ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.
വിജയൻ മാസ്റ്റർ, CJ പത്നി, ജഗദീഷ് വിജയൻ, നസീറ, ജിൻഷ കെ, ജസ്ന പി. ബാങ്ക് ഇന്ന് സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തുമുള്ള ഏറ്റവും നല്ല ബാങ്ക് എന്ന നിലയിൽ നിരവധിയായിട്ടുള്ള സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമെല്ലാം നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് ഇന്ന് ഏറ്റവും നല്ല ബാങ്കായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രശസ്ത നടൻ ശ്രീനിവാസൻ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഇവിടെ പരിപാടി നടത്തുകയും അതുപോലെ തന്നെ ഞങ്ങളെ ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും നൽകി. കതിരൂർ സർവീസ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെറും ഒരു ധനകാര്യ സ്ഥാപനത്തിനപ്പുറം ഈ നാടിൻ്റെ നിരവധി മേഖലകളിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ മേഖലകളിലും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ഈ ബാങ്കിന്റെ ഭാഗമായി കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സ്വീകരണം ഇവിടെ ഞങ്ങൾക്ക് നൽകിയ ഈ കതിരൂർ സർവീസ് എന്ന ബാങ്കിന് എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ബാങ്കിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. പ്രൗഢഗംഭീരമായ ഒരു 2 ചടങ്ങുകളാണ് കതിരൂർ ബാങ്കിലൂടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഇതിലെ വിശദാംശങ്ങളെല്ലാം
സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കതിരൂരുകാരായിട്ടുള്ള പാട്യം ശ്രീനിയുടെ അനുസ്മരണം ഏറ്റവും ഭംഗിയായി ഏറ്റവും മികച്ച നിലയിൽ ശ്രീ പ്രേംകുമാർ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ബാങ്കിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ സംസാരിച്ചിട്ടുള്ള കപ്പോ ചെയർമാൻ ശ്രീ കാരായി രാജൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ മുഹമ്മദ് അഫ്സൽ, ശ്രീ ഗോവർദ്ധൻ, ശ്രീമതി ബീന ഇഡി, ശ്രീമതി സീന ടി, ദിനേശൻ ടി, പി സി എന്നിവർക്കും നന്ദി അറിയിക്കുകയാണ്. ബാങ്കിന്റെ പരിധിയിലുള്ള ജനപ്രതിനിധികളും കതിരൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കുള്ള ഒരു സ്വീകരണം കൂടിയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സ്വീകരണത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ജനപ്രതിനിധികളെയും ബാങ്കിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ പങ്കെടുത്തിട്ടുള്ള മാധ്യമങ്ങൾക്കും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ഈ സദസ്സിൽ ചേർന്നിട്ടുള്ള ബാങ്കിന്റെ അഭ്യുതകാംക്ഷികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാം നന്ദി അറിയിക്കുന്നു.